ഇസ്രയേൽ അധിനിവേശം ചെയ്ത സിനായി മരുഭൂമിയിലെ ഗോലാൻ കുന്നുകളിൽ ഈജിപ്തിന്റെയും സിറിയയുടെയും ഭാഗത്തു നിന്നായി പ്രത്യാക്രമണമുണ്ടായത് 1973 ഒക്ടോബർ 6-നാണ്. അക്ഷരാർത്ഥത്തിൽ രാജ്യം നിശ്ചലമാക്കിയാണ് ഈ ദിനം ഇസ്രയേൽ ആചരിക്കാറുള്ളത്. റേഡിയോ ടെലിവിഷൻ ചാനലുകളുടെ സംപ്രേഷണം നിർത്തിവെച്ചും ദേശീയ വിമാനത്താവളവും കടകമ്പോളങ്ങളും അടച്ചിട്ടുമാണ് ഈ ദിനം ഇസ്രയേൽ ആചരിക്കുക. ആക്രമണത്തെ മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നത് ഇന്റലിജൻസിന്റെ പരാജയമാണെന്നാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത്. 1967 നടത്തിയ അധിനിവേശത്തിലാണ് ഈജിപ്തിലെയും സിറിയയിലെയും പ്രദേശങ്ങൾ ഇസ്രയേൽ കീഴടക്കിയത്. 73-ലെ പ്രത്യാക്രമണത്തിനെതിരെ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തി. ആക്രമണം കൈറോയിലേക്ക് കൂടി കടന്നതോടെ അറബ് രാഷ്ട്രങ്ങൾ പ്രശ്നത്തിലിടപെട്ടു. ഇസ്രയേലിന് സൈനിക സഹായം നൽകാറുള്ള അമേരിക്കയ്ക്ക് എണ്ണ വിൽപ്പന നിർത്തിവെക്കുമെന്ന ഭീഷണി അറബ് രാഷ്ട്രങ്ങൾ ഉയർത്തിയതിനെ തുടർന്നാണ് ഒരാഴ്ചയോളം നീണ്ട യുദ്ധത്തിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയത്. 1979-ൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെച്ചതോടെ പ്രശ്നം കെട്ടടങ്ങി. ശേഷം സിനായി പ്രവിശ്യയിൽ നിന്ന് ഇസ്രയേൽ അധിനിവേശ സേന പിൻവാങ്ങി. പ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കാമെന്ന് ഈജിപ്തും ഉറപ്പ് നൽകി. ഇതോടെയാണ് ഇസ്രയേലിന് പശ്ചിമേഷ്യയിൽ സ്ഥിര സാന്നിധ്യം ലഭിച്ചതെന്ന് സംഭവത്തെക്കുറിച്ച് പുസ്തകം രചിച്ച റോബിനോവിച്ച് വിലയിരുത്തുന്നു. Egypt regained its territory and more important, its pride. Its pride and the Arab pride by their early successes. Israel won the biggest political achievement it could have imagined, peace with the largest Arab country. ന്യൂസ് ഡെസ്ക് മീഡിയ 1.